ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടാക്സ് ലയബിലിറ്റി ഓർ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതായത് ഒരു അസസി എത്രത്തോളം ടാക്സബിൾ ആണ് എന്നതാണ് ഈ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അസസിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസസി ഒന്നുകിൽ റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് അവർ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഈ ഓരോ കാറ്റഗറിയിലും പെട്ട ആൾക്കാർ, അതായത് റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ഇവർ എത്രത്തോളം ടാക്സബിൾ ആണ് എന്നതാണ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് ലയബിലിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സിൻ്റെ ബേസിൽ ഇൻകത്തെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൈൻഡ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫസ്റ്റ്. സെക്കൻഡ്, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. തേർഡ്, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ലാസ്റ്റ് വൺ, ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. It is taxable in the hands of all types of assessees irrespective of their residential status. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുള്ള ഇൻകമാണ്. അത് റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് കൊടുത്തിരിക്കണം. ഇന്ത്യയിലാണ് എമൗണ്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ 3 കാറ്റഗറിയിൽ പെട്ട ആൾക്കാരും എന്ത് കൊടുത്തിരിക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ അല്ലെ, ഈ 3 കേസിൽ പെട്ട ആൾക്കാർ എന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് കേസ്, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കിട്ടിയ ഇൻകം അല്ല, പക്ഷേ ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകമാണ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇൻകത്തിൻ്റെ കേസിലും ഈ 3 കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ എന്ത് കൊടുത്തിരിക്കണം? ടാക്സ് കൊടുത്തിരിക്കണം. 3 റെസിഡൻറ്റും കൊടുത്തിരിക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും കൊടുക്കണം, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഇന്ത്യയിൽ കിട്ടിയതല്ല, പക്ഷേ ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകത്തിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ആനുവൽ ഇൻക്രീസ് ടു ദി ബാലൻസ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് ആൻ എംപ്ലോയി ഇൻ ദി പ്രീവിയസ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ PF കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലേ, ആനുവൽ ഇൻക്രീസ്. അതിൽ ബാലൻസിൻ്റെ ആനുവൽ ഇൻക്രീസ് എന്താണ്? ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം. ചിലപ്പോൾ ഈ ഒരു ഒന്നുകിൽ ഇന്ത്യയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആയിരിക്കും, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലും വിദേശത്തും മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കാം അല്ലേ. ഇത്തരം ആൾക്കാരുടെ കേസിൽ എന്താണ്? ഇത് ടാക്സബിളാണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ഫേർഡ് ബാലൻസ് ഓഫ് ദി അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടു എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്താണ്? ഇന്ത്യയിൽ കിട്ടിയതായിട്ട് പരിഗണിക്കപ്പെടുന്ന ഇൻകമാണ്. ഈ 3 കാറ്റഗറിയിൽ അത് ടാക്സബിൾ ആണ്. ഓക്കെ, അടുത്തത് ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അതായത് അക്രൂ ഓർ അറൈസ് ഇൻ, അക്രൂ എന്ന് പറഞ്ഞാൽ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ അത് റിസീവ് ചെയ്തിട്ടില്ല. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സമയമായിട്ടുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. ഇൻകം ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ അത് റിസീവ് ആയിട്ടില്ല. അത്തരം ഇൻകത്തിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇൻകം, അതൊക്കെയാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇൻകം
അക്രൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്യൂ ആയിട്ടുണ്ട്, റിസീവ് ആയിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തിട്ടുള്ള ഇൻകം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ദി ഓൺലി അസസി ക്യാൻ ഒബ്റ്റെയിൻ എ റൈറ്റ് ടു റിസീവ് ഇറ്റ്. ഇറ്റ് മീൻസ് ദി എമൗണ്ട് ഏൺ നോ എമൗണ്ട് ക്യാൻ ബി സെഡ് ടു അക്രൂ അൺലെസ് ഇറ്റ് ഈസ് ആക്ച്വലി ഡ്യൂ. അതായത് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ അറൈസ് ചെയ്തതാണ്, പക്ഷെ അത് ഡ്യൂ ആയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അത്ര ഇൻകത്തിനെയാണ് ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ അക്രൂ ചെയ്തതായിട്ട് അല്ലെങ്കിൽ അറൈസ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം, അതായത് ഇന്ത്യയിലല്ല അക്രൂ ചെയ്തിട്ടുള്ളത്, അറൈസ് ചെയ്തിട്ടുള്ളതൊന്നും ഇന്ത്യയിലല്ല, പക്ഷേ ഇന്ത്യയിലാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് കണക്കാക്കപ്പെടുന്ന ഇൻകത്തിനെയാണ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ ഇൻകമാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിലല്ല ഈ ഇൻകം ഉണ്ടായിട്ടുള്ളത്, പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്ന ഇൻകം. ഓക്കെ, നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം എ ബിസിനസ് കണക്ഷൻ ഇൻ ദി ഫോം ഓഫ് ദി ബ്രാഞ്ച് ഓഫീസ്, പ്രൊജക്റ്റ് ഓഫീസ്, ഏജൻറ്റ് എക്സെട്ര ഇൻ ഇന്ത്യ വിൽ ബി ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ബിസിനസ് കണക്ഷനിൽ നിന്നുള്ള ഇൻകം, പല ബ്രാഞ്ചുകളുണ്ടായിരിക്കും അല്ലേ, പ്രൊജക്റ്റ് ഓഫീസ്, ഏജൻറ്റുമാരൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ബിസിനസ് സ്ഥാപനം, അതിൻ്റെ ബ്രാഞ്ചുകൾ ഔട്ട്സൈഡ് ഇന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാവാം അല്ലേ, അവയിൽ നിന്നുണ്ടാകുന്ന ഇൻകം എന്താണ്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി, അസറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആയിട്ട് ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടി, അസറ്റ്, വേറെ എന്തെങ്കിലും സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ വിദേശത്താണെങ്കിലും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന, അയാളുടെ ഇന്ത്യയിലെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഈ 3 കേസിലും 3 കാറ്റഗറിയിലും എന്താണത്, ടാക്സബിളാണ്. നെക്സ്റ്റ്, തേർഡ് വൺ, ഇൻകം ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉള്ള ഒരു ക്യാപിറ്റൽ അസറ്റ്, ഇപ്പോൾ ലാൻഡ് വിറ്റ് കിട്ടുന്ന ഇൻകം, അതും എന്താണ്, ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ്, സാലറി പേയബിൾ ബൈ ദി ഗവൺമെൻറ് ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ഫോർ സർവീസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഔട്ട്സൈഡ് ഇന്ത്യയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഏത് കാറ്റഗറിയിലാണ്, ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഇൻകം വിച്ച് ഫോൾസ് അണ്ടർ ദി ഹെഡ് സാലറീസ് ഇഫ് ഇറ്റ് ഈസ് ഏൺ ഇൻ ഇന്ത്യ. അതായത് സാലറി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം, ഇന്ത്യയിൽ ചെയ്ത ഒരു വർക്കിന് സാലറി ആയിട്ട് കിട്ടുക, പക്ഷെ അത് കിട്ടുന്നത് എവിടെയാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാ കാറ്റഗറിയിൽ വരുന്നതും ഇതിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്. അതുപോലെ ഇതിൽ 8 പോയിൻ്റ് താഴേക്ക് 1 by 1 ആയിട്ട് താഴേക്ക് വരുന്നതാണ്. ഇതിൽ ഒന്നും കൂടി കൂടുതലായിട്ട് ആഡ് ആയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. 8ാമത്തെ പോയിൻ്റ് അത് തെറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇൻകം ബൈ വേ റോയൽറ്റിയാണ്, റോയൽറ്റി പേ ബൈ ദി ഗവൺമെൻറ് ആണ് കേട്ടോ. അപ്പോൾ 8ാമത്തെ പോയിൻ്റ്, 7th പോയിൻ്റ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ദി ഗവൺമെൻറ്, അതുപോലെ റോയൽറ്റി, ഇൻട്രസ്റ്റ്, അതുപോലെ ഫീ, ടെക്നിക്കൽ സർവീസ് പേയബിൾ ബൈ ദി ഗവൺമെൻറ്. ഇതൊക്കെ എന്താണ്, ഈ 3 കേസിലും ടാക്സബിളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.